إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, രണ്ട് ഖുത്ബകളിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ മ്ലേച്ഛമായ പ്രേമവും പ്രേമവിവാഹവും അതിന്റെ അപകടത്തെ സംബന്ധിച്ചും സത്യവിശ്വാസികൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നും ഇസ്ലാമികമായി അതിന്റെ വിധിയെന്ത് എന്നതും അത്തരം രോഗങ്ങളിൽ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും മാർഗമെന്താണ്, പരിഹാരമെന്താണ് എന്നീ രണ്ട് കാര്യങ്ങളാണ് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് അപകടകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രേമം ഹറാമാണ്. ഹറാമായ പ്രേമത്തോടൊപ്പം ശിർക്ക് കൂടി കൂടിക്കലരുമ്പോൾ അത് അതീവ ഗുരുതരമായ ഒരു പാപമായി, തിന്മയായി, മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമായി മാറുകയാണ്. പ്രേമിച്ചുകൊണ്ടോ ഇനി അല്ലാതെയോ തൗഹീദുള്ള ആളുകളും ശിർക്കുള്ള ആളുകളും തമ്മിൽ നടക്കുന്ന വിവാഹങ്ങളാണ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ശിർക്കിന്റെ അപകടവും തൗഹീദിന്റെ പ്രാധാന്യവുമൊക്കെ നേരത്തെ പല ഖുത്ബകളിലായി വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ശ്രേഷ്ഠനാണ്. ശിർക്ക് ചെയ്യുന്നവൻ അവൻ ഏറ്റവും നീചനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്തവനുമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധി എന്ന് പറയുന്നത് രണ്ട് നിലക്കുള്ള ശുദ്ധിയാണ്. ഒന്ന് മാനസികമായ വിശുദ്ധി, വിശ്വാസപരമായ വിശുദ്ധി. രണ്ട് ശാരീരികമായ ശുദ്ധി. മാനസികമായി വിശ്വാസപരമായ ശുദ്ധി പ്രാപിച്ചവനെ ശാരീരികമായ ശുദ്ധി ഉണ്ടാവുകയുള്ളൂ. ശരീരത്തെക്കാൾ ശുദ്ധി വരുത്തേണ്ടത് മനസ്സിനെയാണ്. മനസ്സിനെ ശുദ്ധി വരുത്തേണ്ടത് കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ടുമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിൽ പങ്കുചേർക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന് പകരം ബിദ്അത്തുകളുടെ പിന്നാലെ പോവുകയോ ചെയ്യുന്നത് വിശ്വാസപരമായ അശുദ്ധിയും കടുത്ത തിന്മയുമാണ്. അതുകൊണ്ട് ഒരാൾ ആദ്യം ശുദ്ധിയാകേണ്ടത് ഒളുവെടുക്കുകയോ കുളിക്കുകയോ എന്നതല്ല, അവന്റെ മനസ്സിനെ തൗഹീദ് കൊണ്ട് ശുദ്ധമാക്കുക, ശിർക്കെന്ന മാലിന്യത്തിൽ നിന്ന് നന്നാക്കി തീർക്കുക എന്നതാണ്. തൗഹീദുള്ളവൻ മാനസികമായി വിശുദ്ധിയുള്ളവനാണ്, അവൻ ശാരീരികമായും വിശുദ്ധിയുള്ളവനാണ്. എന്നാൽ ശിർക്കും കുഫ്റുമുള്ളവൻ അവൻ വിശ്വാസപരമായി വിശുദ്ധിയുള്ളവനല്ല. അതുകൊണ്ട് തന്നെ മനസ്സ് ശുദ്ധമല്ല, അവന്റെ ശരീരവും അതുകൊണ്ട് തന്നെ പലപ്പോഴും ശുദ്ധമാവുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇക്കാര്യത്തെക്കുറിച്ച് ശിർക്കും കുഫ്റുമുള്ളവന്റെ വൃത്തികേടിനെ സംബന്ധിച്ച്, അവന്റെ ശാരീരികമായ വൃത്തികേടല്ല, മാനസികമായ വൃത്തികേടിനെ സംബന്ധിച്ച്, അഴുക്കിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഉണർത്തിയിട്ടുണ്ട്. സൂറത്ത് തൗബയിലെ 28-ാമത്തെ ആയത്തിൽ ഇന്നമൽ മുശ്രികൂന നജസുൻ, തീർച്ചയായും മുശ്രിക്കുകൾ നജസ് മാത്രമാകുന്നു. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. എന്നിട്ട് സൂചിപ്പിക്കുന്നത് മസ്ജിദുൽ ഹറാമിനോട് അത്തരം ആളുകൾ ഈ ഒരു വർഷത്തിന് ശേഷം, അതായത് ഈ ആയത്ത് മക്കയിൽ ഓതിക്കേൾപ്പിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഹിജ്റ 9-ാമത്തെ വർഷം, മക്കം ഫത്ഹിന്റെ പിറ്റത്തെ വർഷമാണ്. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ ഹജ്ജിന് പോയ ആളുകളാണ് ഈ വിളംബരം നടത്തുന്നത്. ഖുർആനിലെ ആയത്ത്. അപ്പൊ കഅബാലയത്തോട് മുശ്രിക്കുകൾ അടുക്കാൻ പാടില്ല, കാരണം അവർ നജസാകുന്നു. ഇവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിലേക്ക് വരിക അവരുടെ ശരീരം അശുദ്ധമാണ് എന്നാണ്. എന്നാൽ ഒരിക്കലും ശരീരം എന്നുള്ള നിലക്ക് അവന്റെ ശരീരം നജസ്സുണ്ടെങ്കിൽ, മറ്റ് അശുദ്ധിയുടെ കാരണങ്ങളുണ്ടെങ്കിൽ അശുദ്ധമാകുന്നു എന്നതല്ലാതെ ശരീരം നജസ്സല്ല, മറിച്ച് അവന്റെ മനസ്സ് അശുദ്ധമാണ് എന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവരെ തീർച്ചയായും മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ പങ്കുചേർക്കുന്നവരായ ആളുകൾ, അവർ നജസാകുന്നു. തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു, ഖുബതാഉ ഫീ അഖാഇദിഹിം വഅമാലിഹിം, ആ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ശിർക്ക് വെക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ കർമ്മങ്ങളിലും അവർ മ്ലേച്ഛന്മാരാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാത്ത, യാതൊരു ധന്യതയും ഐശ്വര്യവും നൽകാത്ത ആളുകളെ അള്ളാഹുവിനോടൊപ്പം ആരാധ്യന്മാരാക്കി ആരാധിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ നജാസത്ത് എന്താണുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ നജസ് എന്ന്
പറയുന്നത് അത് ശിർക്കാണ്. ഈ ശിർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളിലുണ്ട്. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും നജസാകുന്നു. തുടർന്ന് അദ്ദേഹം പറയുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിനോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയലാണ്. അസത്യത്തെ സഹായിക്കലും സത്യത്തെ തള്ളലുമാണ്. അതുപോലെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലും ഫസാദുണ്ടാക്കലുമാകുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളുമാണ്. ഇതൊക്കെ ശിർക്ക് ചെയ്യുന്ന ആളുകളിലൂടെ ഉണ്ടായിത്തീരുന്നു. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ ശിർക്ക് ചെയ്യുന്നവന്റെ അല്ലെങ്കിൽ കുഫറുള്ളവന്റെ ശരീരം അഴുക്കാണ് എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ അഴുക്കല്ല, മറിച്ച് ശിർക്ക് ചെയ്യുന്നവൻ മറ്റുള്ളവരെ പോലെ തന്നെ അവൻ ത്വാഹിറുൽ ബദൻ, ശരീരം ശുദ്ധിയുള്ളവനാണ്. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായി ഇടപഴകാറുണ്ട്, സ്പർശിക്കാറുണ്ട്, തൊടാറുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ കുളിക്കണമെന്നോ അല്ലെങ്കിൽ നജസിൽ നിന്ന് വൃത്തിയാകുന്നത് പോലെ വൃത്തിയാകണമെന്നോ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നജസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നജാസത്തുഹുമുൽ മഅനവിയ്യത്തി ബിശ്ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതുകൊണ്ടുണ്ടാകുന്ന മാനസികമായ മഅനവിയായ ആശയപരമായ അശുദ്ധിയാണ്. എന്നാൽ ഏകദൈവവിശ്വാസം തൗഹീദ് എന്ന് പറയുന്നത് ശുദ്ധിയാകുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ ശിർക്ക് ചെയ്യുന്ന അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ അവർ മനസ്സ് കർമ്മങ്ങളും അശുദ്ധമായവരാണ്, വിശ്വാസം അശുദ്ധമായവരാണ്. ഈ അശുദ്ധിയുള്ളവർ ഒരിക്കലും വിശ്വാസികൾക്ക് സമമാവുകയില്ല. വിശ്വാസിയെ സംബന്ധിച്ച് ത്വാഹിർ എന്ന വാക്ക് ചില ഹദീസുകളിൽ ഉപയോഗിക്കപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. തൗഹീദുള്ളവൻ മുസ്ലിം, അവൻ ശുദ്ധനാണ്. അവന്റെ ശരീരം ശുദ്ധമാണ്, അവന്റെ ഹൃദയവും ശുദ്ധമാണ്. എന്നാൽ ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചോ കാഫിറിനെ സംബന്ധിച്ചോ അത് പറയാൻ സാധിക്കുകയില്ല. ഇതിന്റെ അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയിലെ 173 ആയത്തിന് ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ നൽകിയ വിശദീകരണം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഷിർക്ക് എന്ന് പറയുന്നത് വിശ്വാസപരമായ ആശയപരമായ അഴുക്കാണെങ്കിൽ ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് വസ്തുക്കളിലേക്കും വിട്ടുകടക്കും, അതിന്റെ സ്വാധീനമുണ്ടാകും എന്ന് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷിക്കാൻ പാടില്ലാത്തത്, ഹറാമാക്കിയത്? 4 കാര്യങ്ങളെ അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 173 ആയത്തിൽ ഉണർത്തുന്നു. ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തപ്പെട്ടവ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കപ്പെട്ടത് ഹറാമാകുന്നു എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലൗ ദുക്കിറ സ്മുല്ലാഹി അലൈഹി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയ മൃഗത്തെ അറുക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമം പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും, ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിന്നാൻ പാടില്ല. ബിസ്മില്ലാഹി എന്ന് അദ്ദേഹം പറയുന്നു. ഇതുപോലെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, വെറും ബിസ്മി മാത്രമല്ല, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയുകയും എന്നിട്ട് ഈ അറുക്കപ്പെടുന്ന മൃഗം ഇന്ന വിഗ്രഹത്തിനുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന ആൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരുടെ പേരുകൂടി ഉച്ചരിക്കുമ്പോൾ ബിസ്മി ചെല്ലിയാൽ പോലും ഈ ശുദ്ധമായ മാംസം ശിർക്കിന്റെ വചനം ഉച്ചരിച്ചതോടുകൂടി ഹറാമായി തീർന്നു എന്നതാണ്. തൊട്ടടുത്ത പോയിന്റായി അദ്ദേഹം വിശദീകരിക്കുന്ന 9ാമത്തെ കാര്യമായി അദ്ദേഹം വിശദീകരിക്കുന്നത് ശിർക്ക് അത് ആശയപരമായ മാനസികമായ ഒരു അശുദ്ധിയാണെങ്കിൽ പോലും ചിലപ്പോൾ അത് വസ്തുവിലേക്ക് അതിന്റെ ആ അശുദ്ധി വിട്ടുകടക്കും. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തപ്പെട്ട് അറുക്കപ്പെടുന്ന ഈ മൃഗം അത് നജിസത്തുൻ ഖബീസത്തുൻ മുഹറമ, മ്ലേച്ഛമായതും അതുപോലെ തന്നെ നജസും ഹറാമാക്കപ്പെട്ടതുമാണ്. എന്നാൽ അള്ളാഹുവിന്റെ പേരിൽ അറുക്കപ്പെടുന്ന മൃഗം അത് ത്വയ്യിബാണ്, ശുദ്ധമാണ്, അനുവദനീയമായതാണ്. ഇവിടെ ശിർക്കിന്റെ അപകടം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആശയപരമായ ഒരു കാര്യമാണെങ്കിലും ആ ശിർക്കിന്റെ സ്വാധീനം വസ്തുക്കളിലേക്ക് വിട്ടുകടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് മൃഗത്തിന് യാതൊരു കുഴപ്പമില്ല, മൃഗം ശിർക്ക് ചെയ്തിട്ടില്ല, മൃഗത്തിന്റെ ശരീരം നജസല്ല, അതിൽ മാലിന്യങ്ങളില്ല, അഴുക്കില്ല. എന്നാൽ അറവോടുകൂടി അതിന്റെ രക്തം പുറത്തുപോകുന്ന രക്തം നജസാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ മൃഗം ചാവുന്നതോടുകൂടി നജസായി തീർന്നത്? എന്തുകൊണ്ട്? അവിടെ ശിർക്കിന്റെ വാചകം പറയപ്പെട്ടു, അള്ളാഹു അല്ലാത്തവരുടെ നേർച്ചയാക്കപ്പെട്ടു. ആ ശിർക്ക് ആശയപരമായ അശുദ്ധി എന്നതിൽ നിന്ന് വസ്തുക്കളിലേക്ക് വിട്ടുകടന്നു. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ശുദ്ധമായിരുന്ന മൃഗം ഇവിടെ നജസും ഖബീതും മുഹറമുമായി തീർന്നു, അത് തിന്നാൻ പാടില്ല. ഇതുപോലെ തന്നെ മുശ്രിക്കിന്റെ ശരീരം എന്ന് പറയുന്നത് അത് നജസല്ല. അദ്ദേഹം പറയാണ് ലാകിൻ ഖുവത ലിഖുവതി ഖുബ്തിഹിൽ മഅനബി വഫസാദി അഖീദതിഹി വതവിയ്യതിഹി സാറ മുഅത്തിറൻ ഹത്താ ഫിൽ ഉമൂരിൽ മഹ്സൂസ. ഈ ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറിവ് നടത്തുന്ന മനുഷ്യൻ, അള്ളാഹു അല്ലാത്തവരുടെ പേരുകൂടി പറയുമ്പോൾ അവന്റെ ആശയപരമായ ശിർക്ക് എന്ന ആ മ്ലേച്ഛതയുടെ ശക്തി കാരണത്താൽ, അവന്റെ വിശ്വാസത്തിന്റെ തകരാറ് കാരണത്താൽ, ആ ശിർക്കുള്ളവന്റെ മനസ്സിലെ നിയ്യത്തിന്റെ തകരാറ് കാരണത്താൽ ആ ശിർക്ക് ചെയ്യുന്ന ആളുടെ ശിർക്ക്
അയാളിൽ നിന്ന് വിട്ട് ഈ ശുദ്ധമായ മൃഗത്തിലേക്ക് വിട്ടുകടക്കുന്ന സ്വാധീനം ചെലുത്തുന്ന അവസ്ഥയിലായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇത് അദ്ദേഹം സൂചിപ്പിച്ചത് ശിർക്കിന്റെ അപകടം മനസ്സിലാക്കാനാണ്. ശിർക്ക് ചെയ്യുന്നവന്റെ അഴുക്കും അശുദ്ധിയും വൃത്തികേടും അവന്റെ മനസ്സിൽ മാത്രമല്ല, അത് ചിലപ്പോൾ വസ്തുക്കളിലേക്ക് എത്തുന്നു. ഈ മൃഗത്തെ അറുക്കുമ്പോൾ ആ മൃഗം നിഷിദ്ധമായി തീർന്നതുപോലെ, അത് നജസായി തീർന്നതുപോലെ, അത് ഖബീഥായി തീർന്നതുപോലെ, ഇവിടെയാണ് ശിർക്ക് ഉള്ള ആളുകളുടെ അശുദ്ധിയും തൗഹീദുള്ളവന്റെ വിശുദ്ധിയും നാം മനസ്സിലാക്കേണ്ടത്. ആമുഖമായി ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, തൗഹീദുള്ള ആളുകളും സ്ത്രീ പുരുഷന്മാരും അള്ളാഹു അല്ലാത്തവരിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായി അനുവദനീയമാണോ, അത് സാധുവാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 221 ആയത്തിൽ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വലാ തൻകിഹുൽ മുശ്രിക്കാത്ത്, നിങ്ങൾ അതായത് തൗഹീദുള്ള പുരുഷന്മാർ മുസ്ലിങ്ങൾ ശിർക്ക് ചെയ്യുന്ന സ്ത്രീകളെ കല്യാണം കഴിക്കരുത്. അവർ വിശ്വാസികളാകുന്നതുവരെ, വിശ്വാസിയായാൽ പറ്റും, തൗഹീദ് ഉൾക്കൊണ്ടാൽ പറ്റും. ഈ ശിർക്കുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത്, അവർ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാൽ പോലും അതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് തൗഹീദുള്ള ഈമാനുള്ള ഒരു അടിമപ്പെണ്ണിനെ കല്യാണം കഴിക്കലാണ്. തുടർന്ന് ഖുർആൻ പറയുന്നു, നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ മക്കളെ അല്ലെങ്കിൽ സ്ത്രീകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. ആ ശിർക്കുള്ളവൻ മുഅ്മിനാകുന്നതുവരെ, ആ ശിർക്കുള്ള പുരുഷൻ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, അതിനേക്കാൾ നല്ലത് അടിമയായ തൗഹീദുള്ള ഒരു അടിമ പുരുഷനെ വിവാഹം കഴിക്കലാണ്. ഇതിന്റെ കാരണമെന്ത് എന്നതും ഖുർആൻ തൊട്ടടുത്ത് വിശദീകരിക്കുന്നു. കാരണം ആ ആളുകൾ, ശിർക്കുള്ള ആളുകൾ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. അള്ളാഹു ആകട്ടെ അവന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരം സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കുമാകുന്നു ക്ഷണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമാക്കി തരുകയാണ്. ലഅല്ലഹും യതദക്കറൂൻ, ആർക്ക്? ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ബോധവാന്മാരാകുന്നതിന് വേണ്ടി. എന്നാൽ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളിലടക്കം ഇത്തരം ശിർക്കുമായുള്ള കൂടിച്ചേരൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഉണർത്താനും വ്യക്തമാക്കി കൊടുക്കാനും വേണ്ടിയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്, അവർ ഉത്ബുദ്ധരാകാൻ വേണ്ടി. എന്നാൽ ഈ ഉത്ബുദ്ധത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഖുർആൻ ഇവിടെ കാരണമായി പറഞ്ഞത് അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹു സ്വർഗത്തിലേക്കും പാപോചനത്തിലേക്കും ക്ഷണിക്കുന്നതാണ്. ഇവിടെയൊന്നും വിശദീകരണം ആവശ്യമില്ല. ശിർക്കുള്ളവനോ ശിർക്കുള്ളവളോ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി, ശിർക്കുള്ള സ്ത്രീ ഒരുപക്ഷെ തറവാട്ടുകാരിയാകാം, സമ്പന്നയാകാം, അതുപോലെ തന്നെ ജോലിയുള്ളവളാകാം, സൗന്ദര്യമുള്ളവളാകാം, തന്റേടമുള്ളവളാകാം, എല്ലാം ഉണ്ടാകാം. എന്നാൽ പോലും അവൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നജസുൻ, അവളുടെ മനസ്സ് നജസാണ്, മാലിന്യമാണ്, അഴുക്കാണ്, വൃത്തികേടാണ്. ആ വൃത്തികേടിനെ മായ്ച്ചു കളയാൻ തറവാടിത്തമോ സമ്പത്തോ സൗന്ദര്യമോ കുലീനതയോ തറവാടിത്തമോ ഒന്നും മതിയാവുകയില്ല എന്നതാണ്. പുരുഷനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. പുരുഷൻ തൗഹീദുള്ള ഒരു പെൺകുട്ടിയെ ശിർക്ക് ചെയ്യുന്ന ഒരുത്തന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് അവൻ ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ നല്ല ജോലിയുള്ളവനോ വ്യവസായിയോ അല്ലെങ്കിൽ സുന്ദരനോ അല്ലെങ്കിൽ നല്ലവനായി നാട്ടിൽ അറിയപ്പെടുന്നവനോ എന്തായിരുന്നാലും ശരി, ഇതൊന്നും തൗഹീദുള്ള ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ന്യായമല്ല. കാരണം അവൻ എന്തുണ്ടായാലും ശരി, അവന്റെ മനസ്സ് ശിർക്ക് കൊണ്ട് നജസായിരിക്കുന്നു. അതിനെ കഴുകാൻ ഈ തറവാടിത്തങ്ങൾക്കോ സമ്പത്തിനോ ഡോക്ടർക്കോ എഞ്ചിനീയർക്കോ സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മുശ്രിക്കുകൾ എന്ന് പറയും. ഖുർആൻ ഉപയോഗിച്ച മുശ്രിക് എന്ന് പറയുന്നത് മുശ്രിക്കാത്ത് എന്ന് ഉപയോഗിച്ചത്. മുശ്രിക് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു അറപ്പാണ്, അത് എന്തോ എന്നാണ്, അതുണ്ടാകേണ്ടതാണ്. എന്നാൽ ആ പദം ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ശിർക്കുള്ളവർ എന്ന് പറയാം. ഈ വാദവും തെറ്റാണ് എന്നത് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ തഫ്സീർ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, വിശ്വസിക്കുന്നത് വരെ ശിർക്ക് ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ, മുശ്രിക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ മൻ ജഅല ലില്ലാഹി ശരീകൻ ഫീമാ യഖ്തസ്സു ബിഹി സവാഉൻ കാന ദാലിക ഫിർ റുബൂബിയ്യത്തി ഔ ഫിൽ ഉലൂഹിയ്യത്തി ഔ ഫിൽ അസ്മാഇ വസ്സിഫാത്ത് ഫമൻ ഇത്തഖദ ഇലാഹൻ യഅബുദുഹു ഫഹുവ മുശ്രിക് വലൗ ആമന ബി അന്നല്ലാഹ ഖാലിഖുൻ ലിൽ കൗൻ വമൻ ഇഅ്തഖദ അന്ന മഅല്ലാഹി ഖാലിഖൻ ലിൽ കൗൻ. ഇവിടെ മുശ്രിക് എന്ന് പറഞ്ഞത് ഈ ചില ആളുകളുടെ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നത്. മുശ്രിക് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം അല്ലാത്ത മറ്റേതെങ്കിലും മതക്കാരനെ കുറിച്ച് പറയേണ്ട ഒരു വാചകമാണ്, മുസ്ലിമായവനെ കുറിച്ച് ഉപയോഗിക്കേണ്ട കാര്യമല്ല എന്ന് ചില ആളുകൾ പറയുകയും വിശ്വസിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു.
എന്നാൽ ഷെയ്ഖ് പറയുന്നത് മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ സഅദിയുടെ വാചകം പറഞ്ഞിടത്തും ഇതേ കാര്യം പറഞ്ഞു. ഇന്നമൽ മുശ്രിക്കൂന എന്ന് പറഞ്ഞിടത്ത് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോടൊപ്പം പങ്കു ചേർക്കുന്ന മുശ്രിക്കുകൾ എന്നാണ് ആയത്ത് ചേർത്തുകൊണ്ട് സഅദി വിശദീകരിച്ചത്. അതേപോലെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട പ്രത്യേകമായ കാര്യങ്ങളിൽ പങ്കാളികളെ നിശ്ചയിക്കുന്നവനാരോ അവൻ മുശ്രിക്കാകുന്നു. റുബൂബിയത്തിലായാലും ഉലൂഹിയത്തിലായാലും അസ്മാഉ സിഫാത്തിലാണെങ്കിലും ശരി. അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിക്കുന്നവൻ ഫഹുവ മുശ്രിക്, അവൻ മുശ്രിക്കാകുന്നു. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് അവൻ വിശ്വസിച്ചാലും ശരി, അള്ളാഹുവിനോടൊപ്പം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി വേറൊരുത്തനുണ്ട് എന്ന് വിശ്വസിച്ചാലും ശരി. അപ്പോ അള്ളാഹു ഒറ്റക്കുണ്ടാക്കിയതാണ് എന്നവൻ വിശ്വസിച്ചു. എന്നാൽ പോലും അള്ളാഹുവിന്റെ കൂടെ ആരാധ്യനായി മറ്റൊരുത്തനെ സ്വീകരിക്കുന്നുവെങ്കിൽ അവന് പറയുന്ന പേരാണ് മുശ്രിക്. ഇതേതെങ്കിലും ജാതിക്ക് തീരെ എഴുതി കൊടുക്കേണ്ടതല്ല, ഏതെങ്കിലും മതത്തിന്റെ ആളുകൾക്ക് തീരെ എഴുതി കൊടുക്കേണ്ടതല്ല എന്നതാണ്. ഇനി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുക. റുബൂബിയ്യത്ത്, ഉലൂഹിയ്യത്ത്, അസ്മാഉ സിഫാത്തിൽ ഏതെങ്കിലും ഒന്നിൽ പങ്കുചേർത്താൽ തന്നെ ഒരുത്തൻ മുശ്രിക്കായി. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കലിമ ചൊല്ലി നടക്കുന്ന ആളുകളുടെ പരിശോധിച്ചാൽ 3 നിലക്കും ശിർക്ക് വന്ന ആളുകളാണ്. മക്കയിലെ മുശ്രിക്ക് റുബൂബിയ്യത്ത് അല്ലാഹ്ക്കാണെന്ന് വിശ്വസിച്ചു. എന്നാൽ നമ്മുടെ നാട്ടിൽ കലിമ ചൊല്ലിയ മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൽ മുസ്ലിം മാപ്പിള എന്ന് പേരുള്ള ആളുകൾ, അവരിൽ പലരും മഴ പെയ്യിപ്പിക്കാൻ, ലോകം നിയന്ത്രിക്കാൻ അള്ളാഹു അല്ലാത്ത ആളുകളെന്ന് വിശ്വസിക്കുന്നവരാണ്. CM മടവൂര് ലോകത്തെ നിയന്ത്രിക്കുന്നവരാണ്, CMന്റെ കയ്യിലാണ് പ്രപഞ്ചം എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും എഴുതുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളുകൾ റുബൂബിയത്തിൽ പങ്കുചേർത്തിരിക്കുന്നു. മഴ പെയ്യിപ്പിക്കാൻ തങ്ങന്മാർക്ക് സാധിക്കും. അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ തന്നെ ഒരു ഖബർസ്ഥാനിൽ പോയി ഖബറിൽ മരിച്ചു കിടക്കുന്നവനെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് മുഹീദ്ദീൻ എന്നായത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ റുബൂബിയത്തിനെ സ്ഥാപിക്കുന്നവരാണ്. റുബൂബിയത്തുള്ള ശിർക്ക്. അതുപോലെ തന്നെ ആരാധ്യതയിൽ മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരായിരുന്നു. ആപൽഘട്ടങ്ങളിൽ, അത്യാപൽഘട്ടങ്ങളിൽ. നോർമൽ കേസിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു. എന്നാൽ നോർമൽ കേസിൽ അള്ളാഹുവിനെ വിളിക്കാമെന്നും അല്ലാത്ത ഘട്ടത്തിൽ അടിയന്തര കേസുകളിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളെയാണ് വിളിക്കേണ്ടവരെന്നും പച്ചയായി മൊയ്തീമാരുടെ വ്യാഖ്യാനത്തിലും മറ്റും എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹു KSRTC ബസ് പോലെയാണെന്നും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ബെൻസ് കാർ പോലെയാണെന്നും എഴുതിയ സമസ്തയുടെ SYSന്റെ നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇവിടെ അള്ളാഹുവിനെ പരിഹസിക്കുന്ന വാചകമാണ്. KSRTCയോട് ഉപമിച്ചതുകൊണ്ട് തന്നെ കാഫറായി പോകും ഒരാൾ. കാരണം അള്ളാഹുവിനെ, റബ്ബിനെ പരിഹസിക്കലാണ്. അതോടൊപ്പം അള്ളാഹുവിനേക്കാൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നവൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്ന് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളെക്കാൾ അപകടം പിടിച്ച ശിർക്കാണ്. അസ്മാഉ സിഫാത്തിൽ പങ്കുചേർക്കുന്നു. മക്കയിലെ അറബികൾക്ക് ചില സിഫാത്തുകൾ അവർ അംഗീകരിച്ചിരുന്നു, ഇസ്മുകൾ അംഗീകരിച്ചിരുന്നു. ഖുർആനിൽ തന്നെ അതിന് തെളിവ് കാണാൻ സാധിക്കും, ഹദീസുകളിൽ തെളിവ് കാണാം. എന്നാൽ ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ പോലെ വലിയ കേൾക്കുമെന്നോ, അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നോ, അള്ളാഹു അറിയുന്നത് പോലെ ഒരു വലിയ അറിയുമെന്നോ വിശ്വസിച്ചാൽ, അപ്പൊ കാഴ്ച, കേൾവി, അറിവ്, ഈ 3 കാര്യങ്ങളിലും അള്ളാഹുവിനെ പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പച്ച മലയാളത്തിൽ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ മക്കയിലെ മുശ്രിക്കുകളേക്കാൾ 10 മടങ്ങ് തീവ്രത കൂടിയ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ എങ്ങനെയാണ് മുശ്രിക്കല്ലാതിരിക്കുക? അവർ എങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർത്തവരല്ലാതിരിക്കും? ഇനിയോ ചില ആളുകൾ പറയും അവരെക്കുറിച്ച് മുശ്രിക്കുകൾ എന്ന് പറയാൻ പാടില്ല, അവർ പൊതു മുസ്ലിമാണ്. പൊതു മുസ്ലിം എന്നൊരു സാധനം തന്നെയല്ല. തൗഹീദ് അംഗീകരിച്ചവരൊക്കെ മുസ്ലിമാണ്. പിന്നെ ഒരു പൊതു മുസ്ലിമും പ്രത്യേക മുസ്ലിമുമില്ല. തൗഹീദ് ഉള്ളവനെ മുസ്ലിം ആവുകയുള്ളൂ, അല്ലാത്തവൻ മുസ്ലിം ആവുകയില്ല. ഈമാനിന്റെയും അമലിന്റെയും കാര്യത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിനനുസരിച്ച് മുസ്ലിം, ഒരുത്തൻ മുഅ്മിനും, ഒരുത്തൻ മുഹ്സിനുമാകാം. ഇതല്ലാതെ തൗഹീദ് ഇല്ലാത്ത ഒരു പൊതു മുസ്ലിം എന്നൊരു സാധനം തന്നെ ഇസ്ലാമിലില്ല. ഒരു തെളിവ് അതിന് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പൊ ഒരു പുതിയ പേരുണ്ടാക്കി പൊതു മുസ്ലിം എന്ന് പേര് വെച്ച് അവരെയൊക്കെ മുശ്രിക്കുകളാക്കുന്നു, എന്നാൽ അവരിൽ ചുരുക്കുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകളിൽ ഭൂരിപക്ഷവും. എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീൻ പറയുന്നത് ഹത്താ യുഅ്മിന്ന, ശിർക്കുള്ള സ്ത്രീകളെ കല്യാണം കഴിക്കരുത് അവർ വിശ്വാസികളാകുന്നതുവരെ. അതിനെന്താ വിശദീകരണം? യദ്ഖുൽന ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ അവർ പ്രവേശിക്കണം. ശിർക്കുള്ളവൻ അള്ളാഹുവിന്റെ ദീനിൽ പ്രവേശിച്ചവനല്ല. വദുഖൂലുഹുന്ന ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ ശിർക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ യൽസമു മിൻഹു അത്തൗഹീദ്, അതിൽ തൗഹീദ് അനിവാര്യമായി തീരുന്നു.
അപ്പൊ അനിവാര്യമായ തൗഹീദ് ഉൾക്കൊള്ളാത്ത ഒരുത്തൻ എന്ത് കലിമ ചൊല്ലിയാലും അവൻ അള്ളാഹുവിന്റെ തൗഹീദിന്റെ ദീനിൽ പ്രവേശിച്ചവനല്ല എന്ന് വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ ആയത്തിനെ തന്നെ വിശദീകരിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് കാണാം. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ശിർക്ക് ചെയ്യുന്നവനെ പുതിയാപ്പിളയായി സ്വീകരിക്കാൻ പാടില്ലെന്നും ശിർക്ക് ചെയ്യുന്ന സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാൻ പാടില്ലെന്നും പറഞ്ഞതിന്റെ ആ വിധിയുടെ അച്ചുതണ്ട്, അതിന്റെ കേന്ദ്രബിന്ദു എന്താണ്? അതിന്റെ കാരണം എന്തോ ഒരു സംഗതി ഉണ്ടോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതെന്താ? ഹത്താ യുഅ്മിന്ന, ഈമാൻ ഉണ്ടോ എങ്കിൽ കല്യാണം കഴിക്കാം, ഈമാനില്ലേ കല്യാണം കഴിക്കാൻ പാടില്ല, കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഫദല്ല ദാലിക അലാ അന്നഹു മത്താ സാല ശിർകു ഹല്ലൻ നിക്കാഹ്. കണ്ടോ, ശിർക്ക് നീ എപ്പോൾ നീങ്ങുന്നുവോ അപ്പോൾ വിവാഹം അനുവദനീയമായി തീരുന്നു. വമത്താ വുജിദ ശിർകു, എപ്പോൾ ശിർക്ക് ഉണ്ടാകുന്നുവോ അപ്പോൾ ഹർമൻ നിക്കാഹു, നിക്കാഹ് ഹറാമായി തീരുന്നു എന്ന് വളരെ വ്യക്തമായി ശൈഖ് ഉതൈമീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഈ പൊതു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന ആളുകളെ അഹ്ലുൽ ഖിബ്ലയിൽ ഉൾപ്പെടുത്തി അവരിൽ നിന്ന് കെട്ടുകയും കെട്ടിക്കുകയും ചെയ്യാമെന്ന് പറയുന്നവർ, അവരെ പൊതു മുസ്ലിം എന്നാണ് വിളിക്കേണ്ടത്, അവരെ മുശ്രിക്കുകൾ എന്ന് വിളിക്കാൻ പാടില്ല. അവർ മുശ്രിക്കുകളല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരല്ല, പക്ഷെ അവരിൽ പങ്കു ചേർക്കലുണ്ട് എന്നാൽ പങ്കു ചേർക്കുന്നവരല്ല എന്നൊരു തലതിരിഞ്ഞ വാദം അവതരിപ്പിക്കുന്നവർക്ക് ഈ വാചകം മറുപടിയാണ്. അതായത് അവരെ നിങ്ങൾ മുശ്രിക്കുകൾ എന്ന് അറബിയിൽ പേര് വിളിച്ചാലും ശിർക്ക് ചെയ്യുന്നവർ എന്ന് മലയാളത്തിൽ പറഞ്ഞാലും ശിർക്കുള്ളവർ എന്ന് ലഘൂകരിച്ച് പറഞ്ഞാലും ശരി, കല്യാണം കഴിക്കാൻ പറ്റില്ല. ശൈഖിന്റെ വാചകം വ്യക്തമാണ്. ശിർക്ക് നീങ്ങിയാൽ വിവാഹം അനുവദനീയമായി, ശിർക്കുണ്ടായാൽ വിവാഹം ഹറാമായി. നിങ്ങൾ എന്ത് പേര് തന്നെ തിരക്കില്ല. അപ്പൊ അതുകൊണ്ട് ശിർക്കുള്ളവനെ കല്യാണം കഴിക്കാനോ ശിർക്കുള്ളവളെ കല്യാണം കഴിക്കാനോ ശിർക്കുള്ളവന് തൗഹീദുള്ളവളെ കെട്ടിച്ചു കൊടുക്കാനോ പാടില്ല, ഹറാമാകുന്നു അത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീനും അത് സൂചിപ്പിച്ചു. ഇനി എന്തുകൊണ്ട് പാടില്ല? ഖുർആൻ തന്നെ അത് പറഞ്ഞു, ഉലൈക യദൂന ഇലന്നാർ, അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീൻ പറയുന്നു, ഈ വാചകം എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നതിനുള്ള കാരണം വിശദീകരിക്കുകയാണ്. അതായത് അവർ അവരുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സമ്പത്തുകൾ കൊണ്ടുമൊക്കെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരാകുന്നു അവർ. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയോ ചെയ്യും. ഇതൊക്കെ ഏതോ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് മതക്കാരായ ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവർക്കുള്ള മറുപടി കൂടി ശൈഖ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണത്? ഹത്താ ഇന്നഹും യബ്നൂനൽ മദാരിസ് വൽ മുസ്തശ്ഫയാത്ത് വയുലാതിഫൂന അന്നാസ ഫീ മുആമലാതിഹിം ഖിദാഅൻ വമക്റൻ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും നരകത്തിലേക്ക് ക്ഷണിക്കുന്നവർ എത്രത്തോളം ഈ ആളുകൾ മദ്രസകൾ സ്ഥാപിക്കുന്നു. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനിയോ, ജൂതനോ, ജൈനനോ, ബുദ്ധനോ മദ്രസ സ്ഥാപിക്കുകയില്ല. മദ്രസ സ്ഥാപിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന ഈ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസയുണ്ടെന്ന് അഭിമാനിക്കുന്നവർ മദ്രസയുടെ മീമ്, നരകത്തിന്റെ ജഹന്നം എന്നതിന്റെ അവസാനത്തെ മീമ് കൊണ്ട് തുടങ്ങിയതാണ് മദ്രസ എന്ന് പരിഹസിച്ച ആളുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ മദ്രസയുണ്ടെന്ന് അഭിമാനിക്കുന്ന ശിർക്കിന്റെ വക്താക്കളാണ്. അപ്പൊ ഇവിടെ ശൈഖ് സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക മതക്കാരെയല്ല, മറിച്ച് കെലിമ ചെല്ലിയ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശിർക്കുള്ള ആളുകളെയാണ്. അവരാണല്ലോ മദ്രസയുണ്ടാക്കുക, ആശുപത്രികൾ നിർമ്മിക്കുന്നു, പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും മനുഷ്യരോട് വളരെ വിനയത്തോടുകൂടി അവർ പെരുമാറുന്നു, ചതിയും വഞ്ചനയുമായി. അത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമെന്താണ് എന്നത് സൂറത്തുൽ അംഫാലിലെ 36-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ വേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരാകുന്നു അള്ളാഹുവിൽ അവിശ്വസിച്ച ആളുകൾ എന്ന് അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് ശൈഖ് ഇവിടെ എടുത്തു കൊടുക്കുന്നു. അപ്പോ ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ പറയുന്നത് ശിർക്ക് ചെയ്യുന്നവരെന്നോ മുശ്രിക്കുകളെന്നോ അല്ല, ശിർക്കുള്ളവരെന്നോ എന്ത് പറഞ്ഞാലും ശിർക്ക് എന്ന കാരണമുണ്ടോ അത്തരം ആളുകളെ കെട്ടാനും കെട്ടിക്കാനും പാടില്ല എന്നതാണ്. അപ്പൊ പിന്നെ ഒരു സംശയത്തിനോട് അവകാശമില്ല. ഇനി നമ്മുടെ നാട്ടിലുള്ള 2 സാക്ഷ്യവചനങ്ങളും ചെല്ലിയ എന്നാൽ ശിർക്കിൽ മുങ്ങിക്കുളിച്ച, റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും ശിർക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ കല്യാണം കഴിക്കാമോ കഴിപ്പിച്ചു കൊടുക്കാമോ എന്നതിന് വളരെ സുവ്യക്തമായ മറുപടി ശൈഖ് മുഹമ്മദ് സാലിഹ് അൽ ഉതൈമീൻ ഫതവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ വളരെ അനുയോജ്യമായ ഒരു മറുപടിയാണ്.
എന്താണത്? അദ്ദേഹത്തിനുള്ള ചോദ്യം ഈ പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ആയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം ആളുകളെ കല്യാണം കഴിക്കാനും കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ലെന്നാണ് ആണല്ലോ. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളെ നമ്മൾ കാണുന്നു, അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്നാൽ അവർ ഷഹാദത്ത് ഉച്ചരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഈ ഷഹാദത്ത് ഉച്ചരിച്ച് ശിർക്കിന്റെ ആളുകളുടെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരോട് സഹായദാട്ടം നടത്തുകയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമായി വിവാഹ ബന്ധങ്ങൾ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി നാം ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഈ ചോദ്യം വളരെ നല്ലതും ഉപകാരപ്രദവുമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്കുള്ള മറുപടി, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുകയും അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തുകയും ചെയ്യുന്ന, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ആളുകൾ മുശ്രിക്കുകളാകുന്നു. ഈ മുശ്രിക്കുകൾ അവർ ഹൗലായി മുശ്രിക്കൂൻ, ഇവർ മുശ്രിക്കുകൾ തന്നെയാണ്. വലാ യജൂസു ലിഅഹദിൻ അൻ യതസവ്വജ മിൻഹും ഇദാ കാനൂ അലാ ഹാദൽ വസ്ഫ്. ഇപ്പറഞ്ഞതുപോലെയാണ് ആ ആളുകളുടെ വിശ്വാസവും പ്രവൃത്തിയുമെങ്കിൽ അവരിൽ നിന്ന് വിവാഹ ഇടപാടുകൾ നടത്തുക എന്ന് പറയുന്നത് അനുവദനീയമാവുകയില്ല. വലാ അൻ യുസവ്വിജ അഹദൻ മിൻഹും, അവരിൽപ്പെട്ട ഒരാൾക്കും കെട്ടിച്ചു കൊടുക്കലും അനുവദനീയമാവുകയില്ല. ഇത് പറഞ്ഞുകൊണ്ട് നേരത്തെ വിശദീകരിച്ച സൂറത്തുൽ ബഖറയിലെ ആയത്ത് അദ്ദേഹം തെളിവായി കൊടുക്കുന്നു. എന്നാൽ ഈ മറുപടി കേൾക്കുമ്പോഴും ഇതൊക്കെ നിലവിലുള്ളപ്പോഴും നമ്മുടെ നാട്ടിലെ തൗഹീദുള്ളവരെന്ന് അവകാശപ്പെടുന്ന ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുമായി ഇതൊക്കെ പറ്റും. അവര് ശിർക്കിന്റെ ആളുകൾ ശിർക്കുണ്ട്, പക്ഷെ അവർ മുശ്രിക്കുകളല്ല. മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമും അവർക്ക് ബാധകമാക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ആ സംശയത്തിന് അല്ലെങ്കിൽ തെറ്റിദ്ധാരണക്കോ തെറ്റിദ്ധരിപ്പിക്കലിനോ തിരുത്തു നൽകുന്ന ഒരു വാചകം കൂടി ശൈഖ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാണാം. ഈ പറയുന്ന ആളുകളെ പ്രകാരം പൊതുമുസ്ലിമായി കണക്കാക്കുന്ന മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, ചില സലഫികളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം തന്നെ തെറ്റായിരിക്കും. നീ എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? ഇതിനൊക്കെ അഖീദയിലും മൻഹജിലും പഴച്ചിട്ടുണ്ട്. ഇത്തരം ചോദ്യം തന്നെ ശരിയല്ല. നീ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകണം എന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം. എന്നാൽ ശൈഖ് പറയുന്നു, സംഘടകരുന്നെന്ന് പറയട്ടെ, ചില ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ധാരാളമായി ഇക്കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏത് കാര്യം? തൗഹീദുള്ള മനുഷ്യന്മാർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ശിർക്ക് വെക്കുന്ന ആളുകളുമായി വിവാഹബന്ധങ്ങൾ നടത്തുക എന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കാണുന്നുണ്ട്. കുറച്ചല്ല, ബികത്ര, ധാരാളമായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് എന്നത് സങ്കടകരമാണ്. അപ്പൊ ഇത് ബുദ്ധമതക്കാരനെയോ ജൈനനെയോ ഹിന്ദുവിനെയോ കല്യാണം കഴിക്കുന്നതിനെ സംബന്ധിച്ചല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയ എന്നാൽ ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി കല്യാണം നടത്തുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇക്കാര്യങ്ങൾ ഒരുത്തനും മനസ്സിലാക്കാതെയാണ് ഈ ശിർക്കുമായി ബന്ധപ്പെട്ട വിവാഹത്തിൽ ഏർപ്പെടുന്നത്. വജദല്ലാഹുൽ അഖസ്സാഇല ഖൈറൻ അലാ ഹാദാ സുആലി ലിഅന്നഹു യൻതബിഹു ബിഹി കതീറുൻ മിനന്നാസ്. ഈ ചോദ്യം ചോദിച്ച ആൾക്ക് അല്ലാഹു സഹോദരന് ഖൈർ നൽകട്ടെ ഈ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ. കാരണം മനുഷ്യരിൽ ഒരുപാട് ആളുകൾക്ക് ഉണർവുണ്ടാകാൻ ഈ ചോദ്യകർത്താവ് കാരണമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ് ഈ ചോദ്യം ചോദിച്ചതെങ്കിൽ ചോദ്യം ചോദിച്ചവൻ അഖീദയിലും മൻഹജിലും പിഴച്ചു എന്ന് പറയും. ഇത് ഫിത്നയുണ്ടാക്കുന്ന ചോദ്യമാണെന്ന് പറയും. ഇത് ഭിന്നിപ്പിന്റെ ചോദ്യമാണെന്ന് പറയും. ഇവൻ ഉലമാക്കളിലേക്ക് മടങ്ങണമെന്ന് പറയും. അവനിൽ നിന്ന് കേൾക്കുന്നവനും പഠിക്കുന്നവനും രണ്ടു വട്ടം ആലോചിക്കണമെന്ന് പറയും. ഇതൊന്നുമല്ല ശൈഖ് പറഞ്ഞത്, മറിച്ച് ചോദ്യം ചോദിച്ചവന് വേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, സുആലുൻ ജയ്യിദുൻ മുഫീദുൻ, ചോദ്യം തന്നെ നല്ലൊരു ചോദ്യവും ഉപകാരപ്രദമായ ചോദ്യവുമാണ്. അതുകൊണ്ടാണ് ചോദ്യകർത്താവിന് വേണ്ടി ശൈഖ് ഉസൈമീൻ പ്രാർത്ഥിച്ചത്. അപ്പോ ഈ ചോദ്യവും മറുപടിയും നമ്മുടെ നാട്ടിൽ വളരെ ഫിറ്റാണ്. കലിമ ചൊല്ലിയ എന്നാൽ ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ മുശ്രിക്കുകളാണെന്നും അവരുമായി ഒരു തരത്തിലുള്ള വിവാഹബന്ധവും പാടില്ലെന്നും വിശദീകരിക്കുന്നു. ലജ്നാ ദായിമയുടെ ഫത്വ 4459 നമ്പർ ഫത്വയിലും ഇതേ ചോദ്യം ഇതാണ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, അതുപോലെ തന്നെ അവരുമായി സാമീപ്യം നേടുന്നതിനു വേണ്ടി ചില ഇബാദത്തിന്റെ ഇനങ്ങൾ സമർപ്പിക്കുന്ന അത്തരം ആളുകൾ അത്തരം ആളുകളെ, അതായത് രണ്ടിൽ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, രണ്ടിൽ ഒരാൾ ഈ ശിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്കിടയിലുള്ള വിവാഹബന്ധം വേർതിരിക്കാൻ ഖാദിക്ക് പറ്റുമോ എന്നാണ് ചോദ്യം. രണ്ടാളും ശിർക്ക് ചെയ്യുന്നവരല്ല, അത് കുഴപ്പമില്ല. രണ്ടാളും മുസ്ലിമാണ്, തൗഹീദുള്ളവൻ, അത് നല്ലതാണ്. എന്നാൽ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തൗഹീദുള്ളവരാവുക, മറുഭാഗം ശിർക്കുള്ളവരുമാകുക. ഈ വിവാഹത്തെ വേർപിരിക്കാൻ ഖാദിക്ക് അധികാരമുണ്ടോ? ലജ്നാ ദായിമയുടെ മറുപടി, ഒരിക്കലും മുസ്ലിമായ ഒരു പെണ്ണ് മുശ്രിക്കായ ശിർക്ക് ചെയ്യുന്നവന്റെ ഭാര്യയായി അവന്റെ സംരക്ഷണത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല. വലാ സൗജത്തുൻ
മുശ്രിക്കത്തുൻ ഗൈറു കിതാബിയത്തിൻ ഫീ ഇസ്മത്തി മുസ്ലിം. ജൂതക്രിസ്ത്യാനി അല്ലാത്ത ശിർക്ക് ചെയ്യുന്ന ഒരു പെണ്ണും മുസ്ലിമാകുന്ന ഭർത്താവിന്റെ കീഴിൽ ഭാര്യയായി ജീവിക്കാൻ പറ്റൂല. അത്തരം ഒരു പുരുഷന്റെ കീഴിൽ തൗഹീദുള്ള പെണ്ണിന് ഭാര്യയായി ജീവിക്കാനും പാടില്ല. അവ രണ്ടും പാടില്ല എന്ന് ഇതേ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 221 ആയത്ത് തെളിവാക്കി കൊടുത്തുകൊണ്ട് സൂറത്തുൽ മുംതഹനയിലെ 10 ആയത്ത് തെളിവാക്കി കൊടുത്തുകൊണ്ടും മറുപടി നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ വളരെ കൃത്യമാണ് ഈ മറുപടി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ ആലോചിക്കേണ്ടത്, ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി ഇത്തരത്തിലുള്ള വിവാഹബന്ധങ്ങൾ നടത്തുന്നു. എന്നാൽ ശിർക്കല്ലാത്ത ചില കാര്യങ്ങൾ കൊണ്ടും ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതിൽപ്പെട്ട ഒന്നാണ് നമസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നത്. നമസ്കരിക്കാത്ത ഒഴുവൻ താരിഖു സ്വലാത്ത്. മുകളിൽ വായിച്ച ചോദ്യത്തിന്റെ താഴെ ശൈഖ് ഉസൈമീൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ശിർക്ക് കൊണ്ട് ശിർക്കിനോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ് ശിർക്കല്ലാത്ത കാര്യം കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ. കമൻ ലാ യുസല്ലി മസലൻ, ഉദാഹരണത്തിൽ നമസ്കരിക്കാത്ത മനുഷ്യൻ. വ ഇന്ന മൻ ലാ യുസല്ലി കാഫിർ, നമസ്കരിക്കാത്തവൻ കാഫിറാകുന്നു. അതായത് എന്തിനാണ് ഈ കാര്യം ഇവിടെ കൊണ്ടുവന്നത്? ശിർക്ക് ചെയ്യുന്ന ആളുകളുമായുള്ള വിവാഹബന്ധങ്ങൾ പാടില്ലാത്തതുപോലെ തന്നെ ശിർക്കല്ലാത്ത നമസ്കാരം ഒഴിവാക്കുക എന്ന സംഗതി കൊണ്ട് കുഫറാകുന്നവന്റെ വിധി, കാഫറായി പോകുന്നവന്റെ വിധിയും ഇതുതന്നെയാകുന്നു, അല്ലെങ്കിൽ കാഫറായവരുടെ വിധിയും ഇതുതന്നെയാകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമസ്കരിക്കാത്ത ഒരുത്തൻ അല്ലെങ്കിൽ നമസ്കരിക്കാത്ത ഒരു സ്ത്രീ ഭാര്യയാകാനോ നമസ്കരിക്കാത്തവൻ ഭർത്താവാകാനോ പറ്റുകയില്ല എങ്കിൽ അതിനേക്കാൾ അള്ളാഹു പൊറുക്കാത്ത പാപമായ ശിർക്ക് എന്ന് പറയുന്ന ആ നജസിനെ എങ്ങനെയാണ് കൊണ്ടു നടക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഭാര്യയാക്കാൻ പറ്റുക? എങ്ങനെയാണ് ഭർത്താവാക്കാൻ പറ്റുക? ശൈഖ് ഉസൈമീന്റെ ഫത്താവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിലെ 2ാം വാള്യം 19 നമ്പറിൽ ഈ കാര്യം ആവർത്തിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഏത്? നമസ്കരിക്കാത്ത സ്ത്രീ പുരുഷന്മാരെ ഭാര്യാഭർത്താക്കന്മാരായി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത്, അവർ എത്ര നല്ല മഹ്മാ കാനത്ത് അഖ്ലാഖുഹു മഅന്നാസ് വ മഹ്മാ കാന മാലുഹു, അവർ എത്ര തന്നെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണെങ്കിലും എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും ശരി, ഈ നമസ്കരിക്കാത്ത ആളുകൾ ഭാര്യാഭർത്താക്കന്മാരാകാൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ എങ്ങനെ? നമുക്കവിടെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് നമസ്കരിക്കാത്തവൻ ഭാര്യാഭർത്താവാകാൻ പറ്റുകയില്ലെങ്കിൽ ശിർക്കിൻ എന്ന നജസുള്ളവർ എങ്ങനെയാണ് ഭാര്യാഭർത്താക്കന്മാരാകാൻ പറ്റുക? ഇനി മുജാഹിദുകളുടെ കൂട്ടത്തിൽ പണ്ടുണ്ടായിരുന്ന വാശി നമുക്കറിയാം. ഏത്? ആദർശം, അല്ലെങ്കിൽ ആദർശം എന്ന് പറയുന്ന വാശി. അതിൽ ചിലതൊക്കെ കടുത്ത ചില വാശികൾ ഉണ്ടാകാറുണ്ട്. ആവശ്യമായതും ആവശ്യമില്ലാത്തതുണ്ടാവും. പഴയകാല മുജാഹിദുകൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ഒക്കെ അറിയാവുന്ന സംഗതിയാണ്, ചെറുപ്പക്കാർക്കും അറിയാം അത്തരം ചില പ്രദേശങ്ങളിൽ. അതായത് മുജാഹിദായ ഒരുത്തൻ, തൗഹീദുള്ള ഒരുത്തൻ സമസ്തക്കാരന്റെ പള്ളിയിൽ കയറുകയില്ല, മൂത്രമൊഴിക്കാൻ മൂത്രപ്പുരയിൽ പോലും കയറുകയില്ല. അതേപോലെ തന്നെ സമസ്തക്കാരൻ മുജാഹിദിന്റെ പള്ളിയെ അനുബന്ധിച്ചുള്ള മൂത്രപ്പുരയിൽ മൂത്രമൊഴിക്കാൻ പോലും കയറുകയില്ല. അത്രക്ക് വലിയ വേർതിരിവായിരുന്നു. തൗഹീദും ശിർക്കും ഇത് രണ്ടും തമ്മിൽ ചേരാത്തതാണ്. എന്നാൽ മുജാഹിദുകൾക്കിടയിൽ ഇതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായതുപോലെ തന്നെ സമസ്തക്കാരിലും മാറ്റമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്, ചിലപ്പോൾ അങ്ങോട്ടും സ്വീകരിക്കുന്നത്. എന്നാൽ മുജാഹിദായ ഒരുത്തൻ, ഞാനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ഞാനാണ് യഥാർത്ഥ സലഫി എന്ന് പറയുന്നവൻ, അവൻ മൗലിദിന്റെ ഭക്ഷണം കഴിക്കുകയില്ല. ഒരു ശിർക്കുള്ള മൗലൂദ് ഓതാത്ത എന്തെങ്കിലും ഒരു പരിപാടിയാണ് വിചാരിക്കുക, എന്നാൽ പോലും തിന്നൂല. നബിദിനത്തിന് മൗലൂദ് ഓതാതെ നബിയുടെ ജന്മദിനം എന്ന പേരിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം ഉണ്ടാക്കൽ വിദേഹത്തെ ആവുന്നുള്ളൂ, അവിടെ ശിർക്ക് വരുന്നില്ല, കാരണം മൗലൂദ് ഇല്ല. എന്നാൽ പോലും വിദേഹത്താകുന്ന ശിർക്കല്ലാത്ത ഈ പരിപാടിയുടെ ചോറോ ഒരു പായസമോ ഒരു മിഠായിയോ പോലും വാങ്ങിക്കഴിക്കാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല. അവർ തയ്യാറാവുകയില്ല. നേർച്ചയുടേത് തീരെ തിന്നുകയില്ല, സുബഹിന്റെ കുനൂത്ത് ഓതുകയില്ല. അത് ശിർക്കല്ല, വിദേഹത്താണോ അല്ലേ എന്നത് തന്നെ വേറെ വിഷയം. അതുപോലെ തറാവീഹ് 23 റക്അത്ത് ആ ഭാഗത്തേക്ക് അടുക്കില്ല. അത് ഭാഗത്തേക്ക് അടുക്കില്ല, അത് ബിദ്അത്താണെന്ന് പറയേണ്ടതില്ല, ചെയ്യുന്നവൻ ചെയ്തോട്ടെ. എന്നാൽ നബിയും സഹാബത്തും നമസ്കരിച്ച നമസ്കാരം 11 റക്അത്താണ് ഏറ്റവും നല്ലത് എന്നൊരുത്തൻ പറഞ്ഞാൽ അവനെയും ബിദ്അത്തിന്റെ ആളാക്കും. അത്രക്ക് കടുംപിടുത്തമാണ് ഇത്തരം വിഷയങ്ങളിൽ. അതുപോലെ തന്നെ അത്തരക്കാരുടെ പള്ളിയിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് വേറെ പള്ളിയുണ്ടാക്കി, വേറെ മദ്രസയുണ്ടാക്കി, വേറെ മഹല്ലുകൾ സ്ഥാപിച്ചു, വിവാഹ രജിസ്റ്റർ ഏർപ്പെടുത്തി. ശിർക്ക് ചെയ്യുന്ന ആളുകളോടൊപ്പം കിടക്കാൻ പറ്റാത്തതുകൊണ്ട് മരിച്ചതിന് ശേഷം വേറെ ഖബർസ്ഥാൻ ഉണ്ടാക്കി. അപ്പോ എന്റെ നാട്ടിൽ പണ്ടുകാലത്തെ മുജാഹിദുകളെ ആദ്യകാലത്ത് സമസ്തയുടെ മഹല്ലിന് കീഴിലുള്ള ഖബർസ്ഥാനിലാണ് കൊണ്ടുപോയി മറവ് ചെയ്തിരുന്നത്.
വിലക്കിയിട്ടില്ല. വിലക്കാതെ തന്നെ മുജാഹിദുകൾ പ്രത്യേകമായ ഖബർസ്ഥാൻ ഉണ്ടാക്കി. ഇത് പല സ്ഥലങ്ങളും നമുക്ക് കാണാം. എന്തിനാണത്? ശിർക്ക് ചെയ്യുന്ന ഈ മനുഷ്യന്മാരുടെ ഇടയിൽ പോയി മരിച്ചിട്ട് പോകാൻ കിടക്കാൻ പറ്റൂല, അതിന് കഴിയില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ മരിച്ചതിന് ശേഷം ശിർക്ക് ചെയ്യുന്നവരുടെ ഖബർസ്ഥാനിൽ പോയി കിടക്കാൻ പറ്റാത്തവൻ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എങ്ങനെയാണ് ശിർക്ക് ചെയ്യുന്നവനെ കെട്ടുകയോ കെട്ടിക്കുകയോ ഭാര്യയോ ഭർത്താവോ ആയി സ്വീകരിക്കുന്നത്? മരിച്ചതിന് ശേഷം കിടക്കാൻ പറ്റൂലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വീട്ടിൽ അറയിൽ എങ്ങനെ ശിർക്കുള്ളവനും ശിർക്കുള്ളവനോടൊപ്പം അല്ലെങ്കിൽ ശിർക്കുള്ളവളോടൊപ്പം എങ്ങനെ കിടക്കാൻ പറ്റും? അത് ജീവിച്ചിരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് ആ അഴുക്കുമായി നജസുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുക? എങ്ങനെയാണ് ആ അഴുക്കിൽ തന്റെ ശുദ്ധമായ ബീജം നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്ന് കുട്ടിയുണ്ടാകാൻ അത് ശരിയാണെന്ന് തോന്നുക? അപ്പൊ ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം വാശിയുണ്ട്. എന്താണ് ആ വാശി? നിക്കാഹ് ആര് നടത്തിയാലും ശരി, പെണ്ണ് ശിർക്ക് ചെയ്യുന്നവളായാലും ശരി, ഭർത്താവ് ശിർക്ക് ചെയ്യുന്നവനായാലും ശരി, ഖുതുബ മലയാളത്തിലാകണം എന്ന് മുജാഹിദുകൾക്കും സലഫികൾക്കും വാശി. ഖുതുബ അറബിയിലാകണം എന്ന് ഇത് കെട്ടിച്ചു കൊടുക്കുന്ന ശിർക്കിന്റെ ആളുകൾക്കും വാശി. അതിലെ വാശിയുള്ളൂ. രണ്ടാമതൊരു വാശി, നിക്കാഹ് ആര് നടത്തിയാലും എങ്ങനെ നടത്തിയാലും കമ്മിറ്റിക്ക് കിട്ടേണ്ടത് ഫീസ് കിട്ടണം. ഇതല്ലാത്ത ഒരു വിഷയവും ഇവിടെ വിവാഹം നടക്കുന്നത് ആര് തമ്മിലാണ് എന്നത് ഖുതുബ നടത്തിക്കൊടുക്കുന്ന മൗലവിക്ക് പ്രശ്നമല്ല. അതിന് രജിസ്റ്ററുമായി വന്ന് സാക്ഷികളെ ചേർത്ത് രജിസ്റ്ററിൽ പേര് ചേർക്കുന്ന പള്ളി കമ്മിറ്റി ഭാരവാഹിക്ക് പ്രശ്നമല്ല. ആ ഫീസ് വാങ്ങി കീശയിലിട്ട് പോകുന്ന പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹിക്കും ഇത് ഹലാലായ വിവാഹമാണോ ശിർക്കിന്റെ വിവാഹമാണോ എന്നതിൽ യാതൊരു ആശങ്കയുമില്ല. ആകെയുള്ള ആശങ്ക ഖുതുബ എന്തിലാകണം, ഫീസ് കിട്ടുമല്ലേ എന്നത് മാത്രമാണ്. അപ്പോൾ ആലോചിച്ചു നോക്കൂ മനുഷ്യന്മാരെ, സഹോദരന്മാരെ, എങ്ങനെയാണ് ഇത് അനുവദനീയമായി തീരുക? എന്തൊരു വൃത്തികേടാണിത്! ഖുതുബയുടെ പേരിൽ മാത്രം അവിടെ തന്നെ ഒരു വാശിയുണ്ട്. മുസ്ലിയാക്കന്മാർക്ക് അതിൽ ഒരു ന്യായമായ വാശിയുണ്ട്. കാരണം എന്താ? ആ ഖുതുബ അറബി നടത്തുന്ന നിക്കാഹ് കഴിപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന വാചകം ഞങ്ങൾ തന്നെ പറയണം. പ്രസംഗങ്ങൾ നടത്തിക്കോളി. ആ വിഷയത്തിൽ അവരുടെ നിലപാട് ശരിയാണ്. കാരണം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ ഖുതുബകൾക്ക് ആവശ്യമില്ല. മലയാളത്തിലെ ഖുതുബ എന്ന് പറയുന്നത് നബിയോ സഹാബത്തോ നടത്തിയിട്ടില്ല. ഒരു തെളിവ്, ഒരു ദഈഫായ ഹദീസ് പോലും നിക്കാഹിനോടനുബന്ധിച്ച് ഒരു ഖുതുബ നടത്തിയതിന് തെളിവ് കാണാൻ കഴിയില്ല. ആ വിഷയത്തിൽ തൗഹീദുള്ള മുജാഹിദുകൾക്കും സലഫികൾ എന്ന് പറയുന്ന ചില ആളുകൾക്കുമൊക്കെ വാശിയാണ്. ഖുതുബ മലയാളത്തിൽ ഞങ്ങൾ നടത്തിക്കോളാം, മറ്റത് മൂല്യം നടത്തിയാൽ ശരിക്കില്ല. ഈ നിക്കാഹിന്റെ ഹുക്കുമെന്ത് എന്നതല്ല വിഷയം, ഖുതുബയുടെ ഭാഷയാണ് വിഷയം. ഖുതുബയുടെ ഭാഷ അറബിയിലായി പോയി മലയാളത്തിലല്ല എന്നതുകൊണ്ട് വിവാഹം തന്നെ ബഹിഷ്കരിക്കുകയും അങ്ങനെ മുജാഹിദ് പള്ളിയിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന മനുഷ്യനെ സമസ്തക്കാരന്റെ പള്ളിയിലെ പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി തീർക്കുകയും അങ്ങനെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേ വീടുകളിൽ പിന്നീട് അറബിയിലുള്ള ഖുതുബകൾ നടത്തിയിട്ടുണ്ട്, നിക്കാഹ് ഖുതുബ. അതുപോലെ തന്നെ കെട്ടലും കെട്ടിക്കലും നടക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം എന്റെ നാട് പോലുള്ള മുജാഹിദ് പ്രസ്ഥാനം കേനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അരീക്കോട്, ഒതായി, എടവണ്ണ പോലുള്ള സ്ഥലങ്ങളിൽ ജമിയത്തുൽ മുജാഹിദീൻ എന്നൊക്കെ പേരിൽ മുജാഹിദ് ആശയത്തിലുള്ള സംഘടനകൾ രൂപം കൊണ്ട കൂട്ടത്തിൽ ജംഇയ്യത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ട പ്രദേശമാണ്. അത്തരം പ്രദേശങ്ങളിൽ പോലും ഒരുപാട്, ഒന്നും രണ്ടുമല്ല, ഒരുപാട് വിവാഹങ്ങൾ തൗഹീദുള്ള പെൺകുട്ടികളെ ശിർക്കിന്റെ ആളുകൾക്ക് കെട്ടിച്ചു കൊടുക്കുക എന്ന ഏർപ്പാട് നടന്നുകൊണ്ടിരിക്കുന്നു, നടന്നിട്ടുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള ഒരു കുട്ടിയെ ശിർക്ക് ചെയ്യുന്ന ആളുടെ കൂടെ വിടുമ്പോൾ നേരത്തെ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ആ ആളുകൾ നരകത്തിലേക്കാകുന്നു ക്ഷണിക്കുന്നത്, നരകത്തിലേക്കാകുന്നു കൊണ്ടുപോകുന്നത്. സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ള തന്റെ മകളെ നരകത്തിലേക്ക് പറഞ്ഞേക്കുകയാണ്. മോളെ, നീ നരകത്തിലേക്ക് പോയിക്കോ, ഈ ശിർക്കുള്ളവന്റെ കൂടെ പോയിക്കോ. ഈ കുട്ടിക്ക് ഒരു പുതിയാപ്പള ഉണ്ടായില്ല എങ്കിൽ പോലും, ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ പോലും തൗഹീദിൽ ജീവിച്ചു മരിക്കലാണ് എന്റെ മക്കൾക്ക് ഗുണം എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇത് ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇനി പരലോകത്ത് ഈ ഭാര്യയും അതിലുണ്ടാകുന്ന മക്കളും തന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഇവിടെ കുടനിറങ്ങിയാലും ഇനിയോ ശിർക്ക് ചെയ്യുന്ന ആളുകൾ വലിയകളായി മാറുന്നു. വലിയാകേണ്ടത് മുസ്ലിമാണ്. ഖുർആൻ പറയുന്ന സൂറത്ത് തൗബയിലെ 71-ാമത്തെ ആയത്ത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പരം ഔലിയാക്കളാകുന്നു, പരസ്പരം വലിയകളാണ്, പരസ്പരം മിത്രങ്ങളാണ്. അപ്പൊ വിശ്വാസിയെ വലിയാകാൻ പറ്റുള്ളൂ, മുസ്ലിമെ വലിയാകാൻ പറ്റുള്ളൂ. മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുഅ്മിൻ എന്ന് പറഞ്ഞാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഷെയ്ഖ് ഉത്തൈമീൻ വിശദീകരിച്ചതുപോലെ തൗഹീദ് ഉള്ളവനാണ്. തൗഹീദില്ലാത്തവൻ വലിയാകാൻ പറ്റുകയില്ല. അതിനെന്താ തെളിവ്? അതും പണ്ഡിതന്മാർ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 141-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ കാണാം, വലൻ യജഅലല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്കുമേൽ അവിശ്വാസികളായ ആളുകൾക്ക് യാതൊരു മാർഗവും നിശ്ചയിക്കുകയില്ല, ഉണ്ടാക്കുകയില്ല. അപ്പൊ ഒരു മുസ്ലിമായ തൗഹീദുള്ള പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള സബീൽ, ഒരു വഴി, ഒരു മാർഗം, ഒരധികാരം തൗഹീദില്ലാത്ത ഒരാൾക്ക് ഉണ്ടാവുകയില്ല എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അഹ്ലു കിതാബിൽപ്പെട്ട ജൂത ക്രിസ്ത്യാനിയായ ഒരു
പിതാവിന് തന്റെ ക്രിസ്ത്യാനിയോ ജൂതനോ ആയ മകളുടെ കാര്യത്തിലുള്ള അധികാരം പോലും ശിർക്ക് വെക്കുന്ന ആൾക്കില്ല എന്നത് മനസ്സിലാക്കണം. കാരണം ജൂത ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി, ജൂതനോ ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരു മുസ്ലിമായ ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ സൂറത്തുൽ മാഇദയിൽ ഖുർആൻ പറഞ്ഞതുപോലെ അങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ ഈ അഹ്ലു കിതാബിൽപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാനുള്ള അധികാരം അതേ മതത്തിൽ വിശ്വസിക്കുന്ന അച്ഛനുണ്ട്, മുസ്ലിമാകാത്ത അച്ഛനുണ്ട്. എന്നാൽ ഈ പെൺകുട്ടി മുസ്ലിമാവുകയും അച്ഛൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആണെങ്കിൽ പിന്നെ ആ അച്ഛൻ വലിയാകാൻ പറ്റുകയില്ല. കാരണം കുട്ടി മുസ്ലിമും അച്ഛൻ മുസ്ലിം അല്ലാത്ത ആളുമാണ്. എന്നാൽ രണ്ടുപേരും അഹ്ലു കിതാബിൽപ്പെട്ടവരാണെങ്കിൽ ആ അച്ഛന് അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുന്ന മറ്റു പുരുഷന്മാർക്ക് വലിയായി കെട്ടിച്ചു കൊടുക്കാം. എന്നാൽ ആ ഒരു ആനുകൂല്യം പോലും കലിമത്തുച്ചരിക്കുകയും എന്നാൽ ശിർക്ക് വെക്കുകയും ചെയ്യുന്ന ശിർക്കുള്ള ഒരു പിതാവിന് ഇസ്ലാം കൊടുത്തിട്ടില്ല. കാരണം അവിടെ മകളും അത്തരം വിശ്വാസിയുള്ളവരാണ് എന്ന് വിചാരിക്കുക, എങ്കിൽ പോലും ശിർക്കുള്ള ഒരാൾ വലിയാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ വിലായത്ത് സാധുവല്ല. ഇനി പെൺകുട്ടി തൗഹീദ് ഉൾക്കൊണ്ടവളാണ്, പിതാവോ അല്ലെങ്കിൽ വലിയായി വരുന്നവനോ ശിർക്കുള്ളവനാണെങ്കിൽ അപ്പോഴും ഈ ശിർക്കുള്ള ആൾ തൗഹീദുള്ള പെൺകുട്ടിയുടെ വലിയാകാൻ പറ്റുകയില്ല. നേരത്തെ പറഞ്ഞ സൂറത്തുൻ നിസായിലെ 141 ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം അപകടങ്ങളൊക്കെ ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ കല്യാണത്തിന് സാക്ഷികൾ ഉണ്ടാകും. സാക്ഷി ആരായിരിക്കണം? ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വിഷയങ്ങളിൽ സാക്ഷികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാഷിദു ദവൈ അദ്ലിൻ മിൻകും, നിങ്ങളിൽപ്പെട്ട 2 നീതിമാന്മാരെ നിങ്ങൾ സാക്ഷികളാക്കണം. അവിടെ മിൻകും എന്ന് പറഞ്ഞാൽ വിശ്വാസികളോടാണ് കൽപ്പന. അപ്പൊ വിശ്വാസികളിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട തൗഹീദുള്ളവരിൽപ്പെട്ട 2 നീതിമാന്മാരായ സാക്ഷികൾ. സൂറത്തുൽ ബഖറയിലെ 282 ആയത്തുദ്ദൈൻ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. അവിടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാക്ഷിയും എഴുത്തുനെ സംബന്ധിച്ചുമാണ് പരാമർശിക്കുന്നത്. അവിടെയും ഖുർആൻ പറഞ്ഞു വസ്തശീദു ഷഹീദൈനി മിൻ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാരിൽപ്പെട്ട 2 ആളുകളെ, അതായത് വിശ്വാസികളായ 2 പുരുഷന്മാരെ സാക്ഷികളാക്കണം. ശൈഖ് സഅദി ഈ ആയത്തിന് ഒരുപാട് കാര്യങ്ങൾ ഹുക്മുകൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ 31ാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് അവിശ്വാസികളായ ആളുകൾ പുരുഷന്മാരാകട്ടെ പെണ്ണാകട്ടെ സാക്ഷിയാകാൻ പറ്റുകയില്ല, അവരുടെ സാക്ഷ്യം സ്വീകരിക്കുകയില്ല. കാരണം അവർ നമ്മിൽപ്പെട്ടവരല്ല. സാക്ഷ്യം എന്നതിന്റെ അടിസ്ഥാനം തന്നെ നീതിയുടെ മേൽ എടുക്കപ്പെട്ടതാകുന്നു. സാക്ഷ്യം നീതി അനുസരിച്ചാകണം. അവർ നീതിമാന്മാരല്ല, അതുകൊണ്ട് അവരുടെ സാക്ഷ്യം നീതിവത്താവുകയില്ല. അതുകൊണ്ട് മുസ്ലിം അല്ലാത്തവരുടെ സാക്ഷ്യം പറ്റുകയില്ല. ശൈഖ് ഉസൈമീൻ ഇതേ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മിർ റിജാലിക്കും, നിങ്ങളുടെ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോടാകും സംബോധന. അപ്പൊ വിശ്വാസികളായ തൗഹീദുള്ളവർ ആയിരിക്കണം എന്നതാണ്. ഇത് ഏത് വിഷയത്തിലും ബാധകമാണ്. സാക്ഷി മുസ്ലിമായ തൗഹീദുള്ളവനായിരിക്കണം. മാസപ്പിറവിയാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ശരി. സൂറത്തുൽ മാഇദയിലെ 106ാമത്തെ ആയത്തിൽ മരണസമയത്ത് യാത്രയിലായിരിക്കെ ഒരാൾ വസിയത്ത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സാക്ഷിയാക്കേണ്ടത് ആരെയാണ്? നിങ്ങളിൽപ്പെട്ട, അതായത് മുസ്ലിങ്ങളായ 2 ആളെ സാക്ഷിയാക്കണം. ഇനി യാത്രയിലാവുകയും മുസ്ലിങ്ങളെ കിട്ടാതിരിക്കുകയും മരണം ആസന്നമാവുകയും ചെയ്യുന്ന ഘട്ടമാണെങ്കിൽ നിങ്ങളല്ലാത്തവരിൽപ്പെട്ട 2 പേരെ സാക്ഷിയാക്കാം. അവിടെ മുസ്ലിം അല്ലാത്ത 2 സാക്ഷിയെ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതൊരു പൊതു നിയമമല്ല, പ്രത്യേക നിയമമാണ്. ആ ഒരു ഘട്ടത്തിലാണ് അവിടെ നിബന്ധനകൾ പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് യാത്രയിലായിരിക്കണം, വസിയത്തിന്റെ സന്ദർഭത്തിലായിരിക്കണം, മരണമാസന്നമായ വസിയത്തിന് സമയമാകണം, അതുപോലെ തന്നെ മുസ്ലിങ്ങളായ സാക്ഷികൾ ഇല്ലാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം അനുവദിക്കപ്പെട്ട ഒരു ഇളവാണ് മുസ്ലിങ്ങളല്ലാത്ത സാക്ഷിയാക്കുക എന്ന് പറയുന്നത്. അതല്ലാത്ത ഒരിടത്തും മുസ്ലിം അല്ലാത്ത ആളുടെ സാക്ഷ്യം അംഗീകരിക്കപ്പെടുകയില്ല. അപ്പൊ പിന്നെ കല്യാണത്തിൽ എങ്ങനെയാണ് ഇത്തരം ആളുകളുടെ സാക്ഷ്യം രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക? അത്തരം ആളുകൾക്ക് കിട്ടുകയോ കെട്ടിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന ആളുകളാകാം. എന്നാൽ തൗഹീദുള്ള ആളുകൾക്ക് ഇതൊന്നും പറ്റുകയില്ല എന്നാണ് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നവർക്ക് ഇത്തരം ആളുകൾ വലിയാകാനോ സാക്ഷിയാകാനോ പറ്റുകയില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാര്യം ശൈഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ അൽ ബാബുൽ ലിഖാഉൽ ബാബിൽ മഫ്തൂഹ് എന്ന് പറയുന്ന ഫത്വയിലും ഇക്കാര്യം അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലാ തുഖ്ബൽ ഷഹാദത്തുഹു, മുസ്ലിം അല്ലാത്തവന്റെ സാക്ഷ്യം സ്വീകരിക്കപ്പെടുകയില്ല വസിയത്തിന്റെ നിർബന്ധമായ അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ. അതുപോലെ ഫത്തവ നൂറുൻ അൽ ദർബ് എന്ന പരിപാടിയിലും ഈ കാര്യം അദ്ദേഹം വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. ഇനി ഇപ്പറഞ്ഞ ആയത്തുകൾക്ക് സംബന്ധിച്ച് ആർക്കെങ്കിലും വല്ല തർക്കവുമുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ അമാനി മൗലവിയുടെയും ഉമർ മൗലവിയുടെയും പരിഭാഷകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അമാനി മൗലവി രേഖപ്പെടുത്തുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം, അള്ളാഹു തോന്നിപ്പിച്ചിരിക്കാം, പിൽക്കാലത്ത് ചില മുജാഹിദുകൾ വരും ഇപ്പറഞ്ഞതൊന്നും അങ്ങനെയല്ല, ഇതിന്റെ ഉദ്ദേശം അങ്ങനെയല്ല, അത് വിവാഹ ബന്ധം വിജയകരമാകാൻ വേണ്ടി പറഞ്ഞ ഒരു മാർഗമായിരിക്കാം എന്നൊക്കെ. അദ്ദേഹത്തിന്റെ വാചകം ഞാൻ വായിക്കാൻ വിശദീകരിക്കുന്നില്ല. ഭൗതിക താൽപര്യങ്ങളുടെ ആഘാതം നിമിത്തം ചില ആധുനിക ചിന്താഗതിക്കാർ ഈ നിരോധനത്തെ
വിവാഹബന്ധത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ആദർശപ്പൊരുത്തമില്ലാത്ത പക്ഷം അവരുടെ വിവാഹബന്ധം വിജയകരമാവുകയില്ലെന്നും അതാണ് അവർ നരകത്തിലേക്കും അള്ളാഹു സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നുവെന്ന് പറഞ്ഞതിന്റെ സാരമെന്നുമൊക്കെ പറഞ്ഞ് ഈ നിയമത്തിന്റെ കാർക്കശ്യം ഒന്ന് ലഘുവാക്കി കാണിക്കുവാൻ ശ്രമിക്കുന്നത് കാണാം. അപ്പൊ എന്താണ്? ഭൗതിക താൽപര്യക്കാർ, ചില ആധുനിക ചിന്താഗതിക്കാർ എന്ന പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വിവാഹബന്ധം വിജയകരമാകണം എന്നത് ഇസ്ലാം താൽപര്യപ്പെടുന്ന അത്യാവശ്യമായ ഒരു സംഗതി തന്നെയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വാചകം എന്താ? സത്യവിശ്വാസത്തിലുള്ള ഐക്യവും അനൈക്യവുമാണ് അതിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ആയത്ത് പരിഗണിച്ചത് കല്യാണം നടക്കുമ്പോ എന്തുണ്ടാകണം? സത്യവിശ്വാസത്തിലുള്ള ഐക്യമുണ്ടാകണം, അനൈക്യവും. അതായത് അതാണ് പരിഗണിച്ചത്. അനൈക്യമുണ്ടെങ്കിൽ പാടില്ല, ഐക്യമുണ്ടെങ്കിൽ പറ്റും. അതായത് തൗഹീദ് ഉണ്ടെങ്കിൽ പറ്റും, തൗഹീദല്ല ശിർക്കാണെങ്കിൽ വിവാഹം പാടില്ല. കേവലം വല്ല ആദർശത്തിന്റെയും ഐക്യത്തെക്കാൾ ഉപരിയാണ് മതത്തിലും വിശ്വാസത്തിലുമുള്ള യോജിപ്പ്. കണ്ടോ? മതത്തിലും പിന്നെ വിശ്വാസത്തിൽ നിന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗഹീദിൽ യോജിപ്പുള്ളവരായിരിക്കണം ഭാര്യാഭർത്താക്കന്മാർ. ശിർക്കിലാണെങ്കിൽ ഒന്ന് തീർക്കുന്ന തൗഹീദുമാണെങ്കിൽ യോജിപ്പില്ല, ഐക്യമില്ല, പറ്റുകയില്ല എന്ന് കട്ടായമായി അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഹുജറാത്തിലെ 10-11 ആയത്തുകൾ, അവിടെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറാണ്. ആ കരാറിൽ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണമെന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ മക്ക ഫത്ഹിന് ശേഷം തൗഹീദ് സ്വീകരിച്ച മുസ്ലിങ്ങളായ ആളുകൾ ഓടി വന്നു, അവരെ മക്കയിലേക്ക് തിരിച്ചയച്ചു കരാറിന്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ചില സ്ത്രീകൾ വന്നു, അവരെ നബി മടക്കി അയച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കരാറിലെ നിബന്ധന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടതാണ്, സ്ത്രീകളെ സംബന്ധിച്ചല്ല. അള്ളാഹു ആയത്തിറക്കി, അവരെ നിങ്ങൾ പരിശോധിക്കണം, പരീക്ഷിക്കണം, മുസ്ലിങ്ങളാണോ എന്ന് നോക്കണം. അവർ മുസ്ലിങ്ങളാണെന്ന് പരീക്ഷിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ അവരിലേക്ക് മടക്കിയേക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹു പറയാൻ, ലാ ഹുന്ന ഹില്ലുൻ ലഹും വലാ ഹും യഹില്ലൂന ലഹുന്ന. തൗഹീദുള്ള വിശ്വാസികളായ സ്ത്രീകൾ ശിർക്ക് ചെയ്യുന്ന പുരുഷന്മാരായ അവർക്ക് അനുവദനീയമല്ല. അതുപോലെ തന്നെ വലാഹും യഹില്ലൂന ലഹുന്ന, ശിർക്ക് ചെയ്യുന്ന അവരിലെ പുരുഷന്മാർ തൗഹീദുള്ള മുസ്ലിങ്ങളായ ഹിജ്റ ചെയ്തു വരുന്ന ആ സ്ത്രീകൾക്കും പറ്റിയവരല്ല. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത മഹർ അങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കോളൂ, അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാങ്ങിക്കോളൂ, ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തോളൂ. ഈ കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ അമാനി മൗലവി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, പരീക്ഷണത്തിൽ നിന്ന് അവർ യഥാർത്ഥ വിശ്വാസികളാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവരെ പിന്നെ അവിശ്വാസികളായ ഭർത്താക്കളുടെയോ നാട്ടുകാരുടെയോ അടുക്കലേക്ക് മടക്കിയേക്കുവാൻ പാടില്ല. ഇരുകൂട്ടരും വിശ്വാസത്തിൽ പരസ്പര വിരുദ്ധരായതുകൊണ്ട് ഇനി അവർക്ക് യോജിച്ചു പോകുവാൻ നിവൃത്തിയില്ല. കണ്ടോ? ഒന്ന് തൗഹീദുള്ള മുസ്ലിം പെണ്ണുങ്ങൾ, മറ്റത് ശിർക്കുള്ള പുരുഷന്മാർ. ഇവർ വിശ്വാസപരമായി വിരുദ്ധരായതുകൊണ്ട് ഇനി യോജിച്ചു പോകാൻ കഴിയില്ല. അതുവരെ കല്യാണത്തിലായിരുന്നു, എന്നാൽ വിശ്വാസം രണ്ടും മാറി. അതുകൊണ്ട് പണ്ടങ്ങനെ ആയിരുന്നല്ലോ, എപ്പോഴും അങ്ങനെ പോയിക്കോട്ടെ എന്നല്ല, വേർപിരിയണം. അതുകൊണ്ട് ഈ തൗഹീദ് സ്വീകരിച്ച സ്ത്രീകളെ നിങ്ങൾ ഇനി മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. സത്യവിശ്വാസം സ്വീകരിച്ച സ്ത്രീകളും അവിശ്വാസികളായ പുരുഷന്മാരും തമ്മിൽ വിവാഹബന്ധം പാടില്ല. കണ്ടോ? പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. ഇവിടെ അവിശ്വാസികളായ പുരുഷന്മാരെന്നാ പറയുന്നത്. ഇനി അതുമ പിടിച്ചിട്ട് കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്, മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ ആയത്തിന്റെ പശ്ചാത്തലം അമാലി മൗലവി എഴുതിയ മറ്റു ഭാഗങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഇത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ഹുദൈബിയ സന്ധി തൗഹീദുള്ള മുസ്ലിങ്ങളും ശിർക്ക് ചെയ്യുന്ന മക്കയിലെ അറബികളുമായി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കാഫിർ എന്ന് പറയുന്നതിൽ മുശ്രിക്കും ഉൾപ്പെടും എന്നുള്ളത് ആർക്കും തർക്കമില്ല. അപ്പൊ അവിടെ അവിശ്വാസികൾ എന്നാണ് പറഞ്ഞതെങ്കിലും മുശ്രിക്കുകളുമായി നടത്തിയ കരാറും അതിനനുസരിച്ചുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അവിശ്വാസികൾ എന്നതുകൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് ശിർക്ക് ചെയ്യുന്ന ആളുകളുമായുണ്ടായ ഈ പ്രശ്നമാണ്. അതുകൊണ്ട് സ്ത്രീ മുസ്ലിമായി തീരുകയും പുരുഷൻ അവിശ്വാസത്തിൽ നിലകൊള്ളുകയുമാണെങ്കിൽ അവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെടും. അപ്പൊ നേരത്തെ രണ്ടാളും ശിർക്കിലെന്ന് വിചാരിക്കുക, അല്ലെ രണ്ടാളും കുഫ്റിലായിരുന്നു. എന്നിട്ട് ഒരാൾ മുസ്ലിമായി, സ്ത്രീ മുസ്ലിമായി, പുരുഷൻ ഇസ്ലാമിലേക്ക് വന്നില്ല എങ്കിൽ അതോടുകൂടി വിവാഹബന്ധം അവസാനിച്ചു. അഞ്ചാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് നേരെ തിരിച്ചാൽ, പുരുഷൻ തൗഹീദുള്ളവനാവുകയും പെണ്ണ് അവിശ്വാസത്തിൽ ശിർക്കിൽ തുടരുകയും ചെയ്താൽ അതോടുകൂടി വിവാഹബന്ധം വേർപ്പെടും, തുടരാനാവില്ല, ദുർബലപ്പെട്ടു പോകും എന്നാണ് അമാനി മൗലവി എഴുതിയിട്ടുള്ളത്. ഇനി ഉമർ മൗലവി ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖുർആൻ തഫ്സീറിൽ 1957 പേജിൽ ഈ കരാർ ആര് സംബന്ധിച്ചാണ്, അത് ബഹുദൈവ വിശ്വാസികളും മുസ്ലിങ്ങളും തമ്മിലുള്ള കരാറായിരുന്നു എന്ന് തുടക്കത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കാഫിർ എന്നാണ് പ്രയോഗമെങ്കിലും ശിർക്ക് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയുന്നത്. 1957 പേജിന്റെ അവസാനത്തിൽ കാണാം, വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ചേരുകയില്ല. കണ്ടോ? വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ചേരുകയില്ല, പരസ്പരം
വിരുദ്ധ പക്ഷത്താണ് ഇരുകൂട്ടരും. ഇവിടെ അവിശ്വാസം എന്നതുകൊണ്ട് ഉമർ മൗലവി ഉദ്ദേശിച്ചത് ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരവിശ്വാസികളാണ്, ശിർക്ക് ചെയ്യുന്നവരുമാണ്. അവർ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവില്ല. വിശ്വാസിനികളും അവിശ്വാസിനികളും തമ്മിൽ വിവാഹം പാടില്ല. സ്ത്രീ മുസ്ലിമാവുകയും പുരുഷൻ അവിശ്വാസത്തിൽ തുടർന്നാലും ബന്ധം നിലനിൽക്കില്ല. പുരുഷൻ മുസ്ലിമാവുകയും സ്ത്രീ അവിശ്വാസത്തിൽ തുടർന്നാലും ബന്ധം വേർപെടും. കണ്ടോ, ഇത് ഉമർ മൗലിന്റെ തഫ്സീറാണ്. അപ്പോ പൂർവ്വകാല മുജാഹിദുകൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും കാലത്ത് ഇങ്ങനെ ചില ആളുകൾ വന്നേക്കാം എന്ന് തോന്നിയത് കൊണ്ടാകാം ആ പഴുതും അടച്ചുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ നിലനിൽക്കെ പ്രേമത്തിന്റെ പേരിലാണെങ്കിലും, ഇനി പ്രേമമില്ലാതെ തന്നെയാണെങ്കിൽ പോലും അതുകൂടി കൂടിപ്പോ ഹറാമുമായി ശിർക്കുമായി. ഇനി പ്രേമല്ലാതെയാണെങ്കിൽ ശിർക്കിനുമായുള്ള വിവാഹബന്ധമാണ്. രണ്ടായിരുന്നാലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇന്ന് വ്യാപകമായി പല സ്ഥലങ്ങളിലും മുജാഹിദുകൾക്കിടയിലും സലഫികൾക്കിടയിൽ തന്നെയും ഇത്തരം സലഫികളെന്ന് പറയുന്നവർക്കിടയിലും ഇത്തരം വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ലാഘവത്തോടുകൂടി കാണുന്നു. ഇതിന് നിക്കാഹ് നടത്തിക്കൊടുക്കുന്നത് മൗലവിമാരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹല്ലിന്റെ രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തുന്നത്. സാക്ഷികളാകുന്ന അത്തരം ആളുകളാണ്, തിന്നുപോരുന്നതും അത്തരം ആളുകളാണ് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ രണ്ട് പ്രേമവുമായി ബന്ധപ്പെട്ട ഖുത്ബയോടനുബന്ധമായി തന്നെ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല